ഹലോ ബച്ചോ, ഹായ്, നമസ്തേ. സോ ഓൾറെഡി നമ്മൾ ഇട്ടായിരുന്നു 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ രണ്ടാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റേഴ്സ് നമ്മൾ നല്ല ഇതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകാൻ പോവാണ് നമ്മുടെ 3ാമത്തെയും 4ാമത്തെ യൂണിറ്റിലെ ഞാൻ എടുക്കുന്ന ഓൾറെഡി ആപ്പിൽ ഞാൻ എടുത്ത ക്ലാസ്സിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററും 4ാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ, അങ്ങനെ ടോട്ടൽ 2 ചാപ്റ്റേഴ്സ് ആണ് ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ വളരെ ക്വിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു പാഠഭാഗങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. സോ ഓൾറെഡി ആ വീഡിയോ ഒന്നാമത്തെ രണ്ടാമത്തെ യൂണിറ്റിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. എന്നിട്ട് മാത്രം ഈ 3ാമത്തെ 4ാമത്തെ യൂണിറ്റ് സെഷനിലേക്ക് കിടക്കുക. സോ നേരെ നമുക്ക് പോവാം. നേരെ നമുക്ക് പഠിക്കാനുള്ളതാണ് മൂന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹം ഹേ കെ. നമ്മൾ ഒന്നാണ് എന്ന് പറഞ്ഞ പാഠഭാഗത്തിലെ ജബ് ഗാന്ധിജിക്ക് ജോ ഖടി ചോരി ചലേ ഗയി, ഗാന്ധിജിയുടെ വാച്ച് മോഷണം പോയപ്പോൾ എന്ന് പറഞ്ഞ പാഠഭാഗമാണ്. ഇവിടെ എന്താണ് ആ ഒരു സാമ്രാജ്യത്തെ കുറിച്ച്, ഇമ്പീരിയലിസത്തിന് വളരെ ശക്തമായിട്ട് ഗാന്ധിജി റിക്വാണ് ചെയ്യുന്നത് അല്ലെ. ആ ഒരു എന്താണ് ഗാന്ധിജി 3 ഇൻസിഡന്റ് ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ്? മൗണ്ട് ബാറ്റൻ ഗാന്ധിജി ഒരു ചായ സൽക്കാരത്തിലേക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഗാന്ധിജി സെ പൂച്ചെ ബഗേർ ഭാരത് മേ കുച്ച് നഹി കിയാ ജാ സക്താ ഹൈ, ഗാന്ധിജിയോട് ചോദിക്കാതെ ഭാരതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് ആർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു? ലോർഡ് മൗണ്ട് ബാറ്റൻ മനസ്സിലായിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഗാന്ധിജി ഒരു ചായ സൽക്കാരത്തിലേക്ക് വിളിക്കുകയാണ്. സോ ഗാന്ധിജി വിളിച്ച സമയത്ത് ഗാന്ധിജി 3 ഇൻഡയറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ആ ഒരു 3 കാര്യങ്ങൾ എന്താണ് അദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് ആരുമായിട്ട് പാസ് ചെയ്യുന്നത്? ലോർഡ് മൗണ്ട് ബാറ്റൻ പാസ് ചെയ്യുന്നു. പക്ഷേ മൗണ്ട് ബാറ്റൻ അന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയാണ് അദ്ദേഹം ഈ ബ്രിട്ടീഷ് ഭരണത്തിന് വളരെ ശക്തമായിട്ട് ഗാന്ധിജി എതിർക്കുകയാണ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഇൻസിഡൻസ് എന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് ഗാന്ധിജി റൂം കൂളർ ഓഫ് ആക്കാൻ പറയുന്നു. കാരണം ഇത്ര തണുത്ത മുറികളിൽ നിന്ന് നിങ്ങൾക്ക് ഭാരതത്തെ ഭരിക്കാൻ സാധിക്കത്തില്ല. കാരണം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെന്നിട്ട് അവരുടെ കൂടെ നിന്നാൽ മാത്രമേ ഒരു യഥാർത്ഥ ട്രൂ ലീഡർ ആവാൻ സാധിക്കുന്നു എന്ന് ഗാന്ധിജി ഒന്നാമത് പറയുന്നു. രണ്ടാമത്തെ ഇൻസിഡന്റ് എന്ന് ഗാന്ധിജി ആ ഒരു മോക്കേക്കോ കിർഗ്രാഡ് എന്താണ് ആ ഒരു മോക്കയത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഗാന്ധിജി പറഞ്ഞൊരു സാധനമാണ്, എന്റെ വാച്ച് ട്രെയിനിൽ നിന്ന് എന്റെ പഴയ വാച്ച് മോഷണം പോയി എന്ന് ഗാന്ധിജി എന്താണ് ആ ഒരു നല്ലൊരു മോക്കയെ ഇല്ലാതാക്കാൻ പറയാൻ കാരണം എന്താണ്? ഇത്രയും ബ്രിട്ടീഷ് ഭരണത്തിൽ ഒരു വാച്ച് പോലും സുരക്ഷിതമല്ല, ഇവർ കേസ ജനത, പിന്നെ എങ്ങനെയാണ് ജനങ്ങളുടെ എന്ന് പറയുന്നു. മൂന്നാമത്തെ ഇൻസിഡന്റ് എന്ന് പറയുന്നത് വളരെ രസകരവും അതുപോലെ ഒരുപാട് ചിന്തിക്കേണ്ടതായിട്ട് ഒരു ഇൻസിഡന്റ് ആണ് ഗാന്ധിജി മൂന്നാമത് ചെയ്യുന്നത്. എല്ലാവരും എല്ലാവരും ചായ നാസ്ത എല്ലാം വളരെ വിഭവസമൃദ്ധമായിട്ടുള്ള ഷാഹി നാസ്തക്ക് വേണ്ടി എല്ലാം റെഡി ആയിടുവാണ്. സോ ഗാന്ധിജി അപ്പോൾ ചെയ്തു എന്നാണ്, ഗാന്ധിജി തന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബക്കരി സെ ദൂത് സെ ബനാവുക ദഹി, ബക്കറിയുടെ പാല് കൊണ്ടുണ്ടാക്കിയ ദഹിയാണ് അദ്ദേഹം നാസ്തിയായിട്ട് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ടായിരുന്നത്. സോ അവരുടെയൊക്കെ മുൻപിൽ നിന്ന് വളരെ സ്വാഗോടെ മാസോടുകൂടി എന്ത് ചെയ്യുന്നു, അത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു? നിങ്ങൾ കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് വേണ്ട എന്ന് ഗാന്ധിജി എന്ത് ചെയ്യുന്നു? അത് ഇൻകാർ ചെയ്തു, റിജക്ട് ചെയ്തു. ഇതിലൂടെ ഗാന്ധിജി കാണിക്കുന്നത് എന്താണ്? ഗാന്ധിജി പറയാണ് ഭാരതത്തിലെ ജനങ്ങൾ എന്താണ് അവരുടെ ഹാർഡ് വർക്ക്, അവരുടെ മെഹനത് കാത്തെ, അവരുടെ ഹാർഡ് വർക്ക് ചെയ്താണ് അവർ കഴിക്കുന്നത്, അല്ലാതെ നിങ്ങളെ പോലെ മോഷ്ടിച്ചതല്ല. ജനങ്ങളെ ലൂട്ട്കർ നെയ് കാത്തെ, അദ്ദേഹം അവരുടെ ഹാർഡ് വർക്കിലൂടെയാണ് അവരുടെ ഹാർഡ് വർക്കിലൂടെ ഏൺ ചെയ്തിട്ടാണ് അവർ കഴിക്കുന്നത്. ലൂട്ട്കെ നെഹി കാത്തെ, മോഷ്ടിച്ചല്ല കഴിക്കുന്നത് എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഗാന്ധിജി പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഒരു ഇൻസിഡന്റ് ഉണ്ടാക്കിയെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സ്വയം പ്രകാശാണ്. ആരാണ് എഴുതിയത്? സ്വയം പ്രകാശ് എഴുതിയ ഒരു ലേഖനമാണ് ഗാന്ധിജിക്ക് ജോ ഖടി ചോരി ചലി എന്ന പാഠഭാഗം. വളരെ സിംപ്ലിസിറ്റിയാണ് ഗാന്ധിജിയുടെ ആ ഒരു സാധക സിംപ്ലിസിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ എന്താണ് സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞ ആ ഒരു സ്വാലംബൻ എന്ന് പറഞ്ഞൊരു കാര്യമാണ്. സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മളിൽ തന്നെ അധിഷ്ഠിതമായി നിൽക്കുക അല്ലെ, അധികം മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക, ആ കാര്യങ്ങളൊക്കെ നമ്മളിൽ തന്നെ, അതാണ് അവിടെ കാണിക്കുന്നത്. ഗാന്ധിജിയുടെ ഒരു സ്വഭാവമാണ് കാണിക്കുന്നത്. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിറ്റ്വീൻ ഇമ്പീരിയലിസം ആൻഡ് സിംപ്ലിസിറ്റി. കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഇമ്പീരിയലിസം ആൻഡ് സിംപ്ലിസിറ്റി എന്നൊരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സാമ്രാജ്യത്വത്തെ കുറിച്ച്, സാമ്രാജ്യത്വമാണ് ഇമ്പീരിയലൈസേഷൻ എന്ന് പറഞ്ഞത് അല്ലെ, ഇമ്പീരിയലിസം എന്ന് പറഞ്ഞത് സാമ്രാജ്യത്വമാണ്. സോ അതിനെതിരെയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു സിംപ്ലിസിറ്റിയെ കുറിച്ചാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ട്രൂ ലീഡർ ആവണമെന്ന് ഗാന്ധിജി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? സോ നേരെ പോവാം. ഏതൊക്കെയാണ് കാരണം ബത്തായി എന്നാണ് 2 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഗാന്ധിജിനെ വൈസ്രോയ് സെ റൂം കൂളർ ബന്ദ് കർനെ കെ ലിയെ ക്യൂ കഹാ, ഗാന്ധിജി വൈസ്രോയോട് റൂം കൂളർ ഓഫ് ആക്കാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഒന്നാമത്തെ ചോദ്യം എന്താണ്? ക്യൂക്കി ഗാന്ധിജി കോ സർദി ലഗ് രഹി തി, ഗാന്ധിജിക്ക് ശീതം തണുക്കുന്നുണ്ടായിരുന്നു. സാത്ത് ഹി, കൂടെ തന്നെ എന്താണ്? ഉൻകാ തരീഖ താ, അദ്ദേഹത്തിന്റെ മാർഗമായിരുന്നു എന്ത്? അംഗ്രേജോ കോ യേ സന്ദേശ് ദേനാ ഹൈ കി ഭാരത് പർ ठंडे कमरे में बैठक हुकुम नहीं किया जा सकती है, ഗാന്ധിജിയുടെ സന്ദേശം കൂടിയാണ്. എന്താണ്? തണുത്ത മുറികളിൽ നിന്ന്. ഗാന്ധിജിയുടെ ചോദ്യം ഇങ്ങനെയാണ് അല്ലെ, എന്താണ്? വൈസ്രോയിക്സെ റൂം കൂളർ ബന്ദ് കർനെ കെ ലിയെ ക്യൂ കഹാ, വൈസ്രോയുടെ എന്തുകൊണ്ടാണ് മൗണ്ട് ബാറ്റനോട് റൂം കൂളർ ഓഫ് ആക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ എഴുതാൻ സാധിക്കണം. സർദി ലഗ്, ഗാന്ധിജിക്ക് തണുത്ത് ഇങ്ങനെയാണ് തോന്നുന്നത്. കാരണം എന്താണ്? തണുത്ത മുറികളിൽ നിന്നുകൊണ്ട് ठंडे कमरों में बैठकर राज नहीं की जा सकती है, ഭരിക്കാൻ സാധിക്കത്തില്ല. ബ്രിട്ടീഷുകാരോട് പറയാണ്, നേരിട്ട് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഭരിക്കണമെന്ന് ബ്രിട്ടീഷുകാരോട് പറയാണ്. ആശയം എഴുതുമെന്നാണ് പറയുന്നത്. ആപ് ലോഗ് ലീജിയേ മേ തോ അപ്നാ നാസ്ത സാത്ത് ലായാ ഹൂം, ഗാന്ധിജി എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ കഴിച്ചോളൂ, എന്റെ നാസ്ത ഞാൻ എന്റെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഗാന്ധിജി പറയാൻ കാരണം എന്താണ്? ഈസ് കഥൻ സെ ഗാന്ധിജി കാ സ്വാലംബൻ, ആ ഒരു സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അവർ സാദഗി ജലക്തി ഹെ, അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി കൂടിയാണ്. വേ വൈസ്രോയ് കി ഷാദി യാ ഷാഹി ദാവത്ത്
के बजाय വളരെ വിഭവസമൃദ്ധമായിട്ടുള്ള ഇതിന് പകരം എന്താണ് अपने साधारण भोजन को महत्व देते हैं തന്റെ സാധാരണമായിട്ടുള്ള ഭക്ഷണത്തിന് മഹത്വം കൊടുക്കുന്നു जो भारत की गरीब जनता का प्रतीक है ഭാരതത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ പ്രതീകമാണ് ഗാന്ധിജി എന്നൊരു കാര്യമാണ് സോ അടുത്തൊരു ഘടനയാണ് ഘടന ഇമ്പാക്റ്റ് ആണ് ഘടന का പ്രഭാവമാണ് ഗാന്ധിജി की घड़ी चोरी होने की खबर का क्या असर हुआ ഗാന്ധിയുടെ വാച്ച് മോഷണം പോയി എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ എന്താണ് അസർ അതിന്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു अगले दिन अखबारों में गांधी और वाइसरॉय की राजनीतिक बातचीत की कोई खबर नहीं थी बल्कि बड़े अक्षरों में खबर की गांधी जी की खड़ी चोरी चली गई इसका असर यह हुआ कि कुछ दिनों के बाद चोर ने आश्रम जाकर खड़ी लौटा दी ഗാന്ധിജിയുടെ വാച്ച് തിരിച്ചു കൊടുത്തു എന്നൊരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ കള്ളം തിരിച്ച് ആ വാച്ച് തിരിച്ചെന്നാണ് ഗാന്ധിജിയുടെ ആശ്രമത്തിൽ വന്ന് കൊടുത്തു എന്നൊരു കാര്യമാണ് സോ അടുത്ത എന്താണ് 5 മാർക്കിന് മെയിൻ ആയിട്ട് ഇവിടെ ചോദിക്കാൻ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ഞാൻ പറയുന്നു ഡിസ്കോഴ്സിൽ ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ക്രിയേറ്റീവ് റൈറ്റിംഗിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് गांधी से मुलाकात के बाद वाइसरॉय लॉर्ड माउंटबैटन बहुत हैरान हुए उस रात उन्होंने अपनी डायरी में क्या लिखा होगा അദ്ദേഹത്തിന്റെ ഡയറിയിൽ എന്താണ് എഴുതിയിട്ടുണ്ടാവുക എന്നൊരു ചോദ്യമാണ് സങ്കേതാണ് आज का दिन बहुत अजीब था ഇന്നത്തെ ദിവസം വളരെ വിചിത്രമാണ് मैंने गांधी जी को प्रभावित करने के लिए कूलर लगवाया था ഗാന്ധിജിയെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കൂളർ വെച്ചിട്ടുണ്ടായിരുന്നു पर उन्होंने उसे बंद करवा दी അദ്ദേഹം എന്ത് ചെയ്തു അത് ഓഫ് ചെയ്തു वे अपना नाश्ता साथ लेकर आए थे അദ്ദേഹത്തിന്റെ നാസ്ത കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു टूटे हुए चम्मच से खाते हुए भी वे कितने आत्मविश्वासी थे ആ പൊട്ടിയ ചമ്മച്ച് സ്പൂൺ കൊണ്ട് കഴിക്കുമ്പോഴും അദ്ദേഹം വളരെ കോൺഫിഡന്റ് ആയിരുന്നു सच में ये आदमी झुकाया नहीं जा सकता ഈ ആളെ സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ട് മൗണ്ട് ബാറ്റൻ അന്നത്തെ ദിവസത്തെ ഡയറി ചോദിക്കുവാണെങ്കിൽ ഇത്രയും പോയിന്റ്സ് എടുക്കണം നിങ്ങൾ आज का दिन बहुत अजीब था വിചിത്രമായിരുന്നു ഈ ദിവസം മൗണ്ട് ബാറ്റന്റെ ഡയറിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ ക്ലിയർ അല്ലേ സോ അടുത്ത എന്താണ് ഒരു കോൺവെർസേഷൻ ചോദിക്കാം ഏതാണ് കോൺവെർസേഷൻ ഗാന്ധിജി के आने से पहले वाइसरॉय भवन में तैयारियों को लेकर लॉर्ഡ് माउंटबैटन और लेडी माउंटबैटन के बीच हुई बातचीत लिखे लॉर्ड माउंटबैटനും അതുപോലെ തന്നെ ലേഡി മൗണ്ട്ബാറ്റനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഏതാ ചോദിച്ചാൽ നിങ്ങളെ കൊണ്ട് എഴുതാൻ സാധിക്കണം लॉर्ड माउंटबैटन ചോദിക്കുവാണ് എന്താണ് क्या सारी तैयारियां हो गई गांधी किसी भी वक्त आते होगे ഗാന്ധിജി ഏത് സമയത്തും വരാം അപ്പോൾ ലേഡി മൗണ്ട്ബാറ്റൻ പറയാണ് हाँ मैंने रसोई के सब समझा दिया അതുകൊണ്ട് എന്താണ് पर वे खाएंगे क्या वे तो शाकाहारी है ना അതേ ശകാഹാരി അല്ലേ സോ വെജ് അല്ലേ എന്ന് പറയാണ് അപ്പോൾ ലോർഡ് മൗണ്ട്ബാറ്റൻ പറയാണ് कमरे को ठंड रखने के लिए कूलर चलवा दिया ना റൂമിനെ തണുപ്പിക്കാൻ എന്താണ് കൂളർ ഘടിപ്പിച്ചിട്ടില്ലേ അപ്പോൾ ലോർഡ് മൗണ്ട്ബാറ്റൻ പറയാണ് എന്താണ് जी हाँ पूरा कमरा ठंड हो गया है उम्मीद है उन्हें हमारा इंतजाम पसंद आएगा അദ്ദേഹത്തിന് നമ്മുടെ അറേഞ്ച്മെന്റ് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ആരുടെയാണ് ലോർഡ് മൗണ്ട്ബാറ്റനും ലേഡി മൗണ്ട്ബാറ്റനും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാൻ ശ്രമിക്കൂ റെഡി അല്ലേ ക്ലിയർ അല്ലേ സോ ഡയറി കോൺവെർസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പാഠഭാഗത്തിൽ ലോർഡ് മൗണ്ട്ബാറ്റന്റെ ഡയറി അതുപോലെ തന്നെ ലേഡി മൗണ്ട്ബാറ്റൻ ലോർഡ് മൗണ്ട്ബാറ്റൻ ഗാന്ധിജി വരുന്നത് സംബന്ധിച്ചുള്ള അവരുടെ തമ്മിലുള്ള കോൺവെർസേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസിയായിട്ട് നിങ്ങൾക്ക് ആ 4 മാർക്ക് അവിടെ സ്കോർ ചെയ്യാം സോ അടുത്തതാണ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് ഗാന്ധിജിയുടെ വാച്ച് മോഷണം പോയ ഇൻസിഡന്റ് ഇല്ലേ അത് വെച്ചൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് എന്താണ് ബാപ്പു की प्यारी कड़ी चोरी रेल यात्रा के दौरान हुई घटना റെയിൽ യാത്രയിൽ ഉണ്ടാകുന്നത് ഗാന്ധിജിയുടെ വാച്ച് മോഷണം പോയപ്പോൾ എന്നൊരു ഇൻസിഡന്റ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് വിവരണം എന്താണ് कल वाइसरॉय से मिलने आते समय रेलगाड़ी में महात्मा गांधी की पुरानी कड़ी चोरी गई തന്റെ ഗാന്ധിയുടെ വൈസ്രോയെ കാണാൻ വന്ന സമയത്ത് ഗാന്ധിയുടെ പഴയ വാച്ച് മോഷണം പോയി ഗാന്ധിജി ഇसे अपने कमर में टांग रखते थे ഗാന്ധിജി തന്റെ കമറിലാണ് അരയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് कड़ी उन्हें बहुत प्रिय थी ഈ വാച്ച് അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ടതായിരുന്നു उन्होंने कहा कि जिस ब्रिटिश राज में इतनी सुरक्षा के दावा किया जाता है वहां मेरी कड़ी भी सुरक्षित नहीं है ഇത്രയും സുരക്ഷിതമാണെന്ന് പറഞ്ഞ ഈ ബ്രിട്ടീഷ് ഭരണത്തിൽ എന്താണ് എൻ്റെ വാച്ച് പോലും സുരക്ഷിതമല്ല എന്ന് ഗാന്ധിജി പറയുകയാണെന്നൊരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അടുത്ത ക്യാരക്ടർ സ്കെച്ച് ആണ് എന്താണ് പാഠ്യ ആധാർ पर गांधी की चरित्र विशेषताएं लिखे ഈ ഒരു പാഠത്തെ ആസ്പദമാക്കി ഗാന്ധിജി ക്യാരക്ടർ സ്കെച്ച് ചെയ്തു എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എഴുതണം സാദഗി പസന്താണ് ഗാന്ധിജി വളരെ സിംപ്ലിസിറ്റി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ടൂटे चम्मच और पुराने बर्तनों में खाना खाते പഴയ പൊട്ടിയ സ്പൂണിലോ അതൊന്നാണ് പാത്രത്തിലാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് അദ്ദേഹം നിഡറാണ് അദ്ദേഹം പേടിക്കാത്ത ഒരാളാണ് കാരണം എന്താണ് വൈസ്രോയ് के सामने भी उन्होंने अपनी बात बोझी क्या है ബേജിജക് കഹി അതായത് വളരെ പേടിക്കാതെ എന്താണ് നിഡറാണ് അദ്ദേഹം വൈസ്രോയുടെ മുൻപിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നിഡറാണ് അദ്ദേഹം പേടിയില്ലാത്ത ആളാണ് സമയക്കെ പാബന്ദ് അദ്ദേഹം സമയപ്പോഴും എന്താണ് പാബന്ധാണ് സമയത്തിന് എപ്പോഴും മഹത്വം അദ്ദേഹം കൊടുക്കുന്ന ഒരാളാണെന്ന് കാണിക്കാനുള്ള ഇൻസിഡന്റ് ആണ് എന്ത് വേ ഖടിക്കോ ഹമേശ അപ്നെ സാത്ത് രഖ്തേ തേ ഓർ നിയം സെ ഛാബി ബർത്തേ തേ എന്നാണ് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ വാച്ച് കൂടെ നിർത്തും എന്ന് പറഞ്ഞാൽ അദ്ദേഹം എപ്പോഴും സമയത്തിനെ റെസ്പെക്ട് ചെയ്യുന്നതാണ് അതുപോലെ എന്താണ് സ്വാലംബി എന്ന് പറഞ്ഞാൽ അപ്നാ കാം അപ്നെ ഭോജൻ ഖുദ് സാത്ത് രഖ്തേ എപ്പോഴും സെൽഫ് റിലയൻസ് ഉള്ള ആൾ കൂടിയാണ് ആര് മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ ക്യാരക്ടർ സ്കെച്ച് ഒന്ന് പഠിച്ചു വെച്ചോളൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പാഠഭാഗത്തിൽ എന്ന് പറയുന്നത് സോ ഇവിടുത്തെ ഗ്രാമർ പോർഷൻ നോക്കിയാലോ എന്താണ് നിങ്ങൾ എപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് സർവനാമ വിഭക്തി ചോദിച്ചു കഴിഞ്ഞാൽ സോ ഇവിടെ എന്താണ് മേ പ്ലസ് നെ മേനെ ആണല്ലേ മേ പ്ലസ് നെ പലതവണ നമ്മൾ പഠിച്ചതാണ് മേ പ്ലസ് നെ മേയുടെ കൂടെ നേ ചേരുമ്പോൾ എന്താണ് മേ നേ അപ്പൊ എന്താണ്
ഓക്കെ, അടുത്തെന്താണ് മേ പ്ലസ് കോ? എന്തൊക്കെയാവാം മേ പ്ലസ് കോ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് മേ പ്ലസ് കോ? എനിവൺ പ്ലീസ് പറയൂ. യെസ്, മുജ്കോ ആകാം, എനിക്ക്, എന്നെ, മുജ്കോ അല്ലെങ്കിൽ മുജെ, എന്നെ, മുജെ ഛോടോ, എന്നെ. ഓക്കെ, എനിക്ക്. മേ പ്ലസ് കി മേരി, ഫീമെയിൽ വരുമ്പോഴാണ് മേ പ്ലസ് കി എന്താവുന്നത്? മേ പ്ലസ് കി മേരി ആവുന്നത്. ഓക്കെ, മേ പ്ലസ് കി മേരി ആവുന്നത്. ക്ലിയർ അല്ലേ? मैं प्लस का मेरा, मैं प्लस मेरे. सो मुझे सर्दी लग रही है, मेरी घड़ी चुरा ली, എന്റെ വാച്ച് മോഷ്ടിച്ചു. റെഡി? ഓക്കെ, സോ അടുത്തെന്താണ് മുഹാവരയാണ്, ഇഡിയമാണ്. ഓക്കെ, ഇഡിയം എന്താണ്? മസാ കിർക്കിറ. ഓക്കെ, മുഹാവര ഇഡിയംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഊണ്ടിക്കെ മൂമെ ജീര, ആനവായിൽ അമ്പഴങ്ങ എന്നൊക്കെ പറഞ്ഞ ഇഡിയംസ് ഇവിടെ ഉണ്ട്. മസാ കിർക്കിറാന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആനന്ദക്കോ നഷ്ടകരണ എന്നൊരു അർത്ഥത്തിലാണ് ഈ മസാ കിർക്കിറാന എന്ന വേർഡ് കൊണ്ട് ഉപയോഗിക്കുന്നത്. സോ ഇഡിയം അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമാണ്. സോ ഇതാണ് ഈ ഒരു പാഠഭാഗത്തിൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ എങ്ങനെയാണ് ചോദ്യം വരിക എന്ന് ഞാൻ പറഞ്ഞത്. സോ 2 മാർക്ക് 2-3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റൻസും അതുപോലെ തന്നെ എന്താണ് 5 മാർക്കിന് വളരെ പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഞാൻ നിങ്ങൾ ഡിസ്കസ് ചെയ്തത്. ഇതൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നോട്ടിൽ എഴുതിയിട്ട് തന്നെ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. സോ നല്ല ഇതിൽ പഠിക്കുവാണെങ്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നേരെ എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത പാഠഭാഗത്തിലുള്ള കാമയാബിക്ക് ജോ രാഹപ്പറാണ്. ഓക്കെ, ഏതാണ്? സോപാൻ ജോഷിക്ക് ജോ ഫുട്ബോൾ കെ ദിൽ കെ രാജ, ഫുട്ബോൾ കെ ദിൽ കെ രാജ എന്ന് പറഞ്ഞാൽ പെലെയുടെ പാഠഭാഗമാണ്. സോ ഒരു പാഠഭാഗത്തിൽ പറയുന്നത് എന്തുകൊണ്ടാണ് ഫുട്ബോൾ ക്യാ കോയി ദേശ, ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു ദേശമാണോ? കാരണം അതൊരു രാജാവ് ഉണ്ടാകാൻ വേണ്ടി ഒരുപാട് പ്ലേയേഴ്സ് കളിക്കുന്ന ഒരു ഗെയിമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് അല്ലേ. ഓപ്പോസിറ്റ് ആയിട്ട് പ്രശിക്ഷകരുണ്ട്, പരിശീലകരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഒരാളെ മാത്രം എങ്ങനെയാണ് കിങ് എന്ന് പറയുന്നത്? സോ അതെങ്ങനെ കുറിച്ചാണ് പറയുന്നത്? പെലെ എന്തുകൊണ്ടാണ് രാജാവായെന്നൊരു കാര്യമാണ്. സോ 1958 തുടങ്ങിയിട്ട് 1962, പിന്നെ 66 കിട്ടിയില്ല, 70 1970 എന്ന് തുടങ്ങി 3 വിശ്വ വേൾഡ് കപ്പ് ആര് നേടിയിട്ടുണ്ട്? പെലെ നേടിയിട്ടുണ്ട്. 1958, 1962, 66 കിട്ടിയില്ല, 70 കിട്ടി. അങ്ങനെ 3 വേൾഡ് കപ്പ് കിട്ടിയ ഒരു പ്ലെയർ ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്കിൽ എപ്പോഴും എന്താണ്? അദ്ദേഹത്തിന് എല്ലാ ഫുട്ബോളിൽ എല്ലാ ഹൂനറിലും അദ്ദേഹത്തിന് ഒരു കഴിവുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് നമുക്കറിയാം മെസ്സി, റൊണാൾഡോ തുടങ്ങി ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ എന്നിട്ടും പെലെ എന്തുകൊണ്ടാണ് ഫുട്ബോളിലെ രാജാവ് എന്ന് പറയാൻ കാരണം? അദ്ദേഹത്തിന്റെ ആ ഒരു കഷ്ടപ്പാടാണ്. പണ്ട് കാലത്ത് ആ റേസിസം എന്ന് പറഞ്ഞൊരു കാര്യം ആഫ്രിക്കയിൽ ഇത്രയും ശക്തമായി നിൽക്കുന്ന പോലും ഇതിനൊക്കെ ഓവർകം ചെയ്ത് സമൂഹത്തിലെ ആ ഒരു ബൗണ്ടറീസ് ഓവർകം ചെയ്ത് വിശ്വത്തിലെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മാറിയത് പെലെയുടെ ആ ഒരു കഴിവിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അത് ഇപ്പോഴും എന്നാണ് ബെസ്റ്റ് ആയിട്ട് പറയുന്നത്. സോ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു അദ്ദേഹത്തിന് ആ ഒരു കംബാക്ക് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് അത് കംബാക്ക് എന്നല്ല, മറിച്ച് അദ്ദേഹം അതിനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് കം ഫോർവേഡ് ആയതൊരു കാര്യമാണ്, എങ്ങനെയാണ് മുന്നോട്ട് വന്നത് എന്നൊരു കാര്യമാണ്. അത്രക്കും സിറ്റുവേഷൻ വളരെ മോശമായ ഒരു സിറ്റുവേഷൻ പോലും അദ്ദേഹം ഓവർകം ചെയ്തിട്ട് അദ്ദേഹം വിശ്വ വേൾഡ് കപ്പിൽ വളരെ ടൈറ്റിൽ നമ്പർ 1 എത്താൻ വേണ്ടി അദ്ദേഹത്തിനെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ ഡിറ്റർമിനേഷൻ, അദ്ദേഹത്തിന്റെ ഒരു കറേജ്, അദ്ദേഹത്തിന്റെ വില്ലിങ്നെസ് എല്ലാമാണ്. സോ അതൊക്കെയാണ് അദ്ദേഹത്തിന് എന്താണ് ഫുട്ബോളിലെ രാജാവായിട്ട് കണക്കാക്കുന്നത് എന്നാണ് സോപാൻ ജോഷി ഇവിടെ പറയുന്നത്. സോ നേരെ നമുക്ക് പോവാം. എന്താണ് സോപാൻ ജോഷിക്ക് ജോ ബയോഗ്രഫി? എനിക്ക് ജോ സ്പോർട്സ് ബയോഗ്രഫി ഉണ്ട്, അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കിംഗ് ഉണ്ട്, അദ്ദേഹത്തിന്റെ പെർസീവറൻസ് ഉണ്ട്. ഓക്കെ, സ്ഥിരോത്സാഹവും അതുപോലെ തന്നെ ലെജൻഡ് ഓഫ് പെലെയാണ് ഇവിടെ കാണാൻ. പെർസീവറൻസ്, സ്ഥിരോത്സാഹം എന്ന് പറഞ്ഞൊരു കാര്യമാണ് അല്ലേ. റെഡി? സോ ഇന്തൂസിയാസം ആയിക്കോട്ടെ, പെർസീവറൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ വേണം ഒരാൾക്ക് എന്നാണ് ഒരു ശ്രേഷ്ഠനാവാൻ എന്ന് കാണിക്കുന്നുണ്ട്. സോ നേരെ പോവാം. കാരണം ബത്തായി 2 മാർക്ക് ചോദിക്കാം. പെലെക്കോ ഫുട്ബോൾ കാ രാജാ ക്യൂ കഹാ ജാതാ ഹൈ? പെലെ എന്തുകൊണ്ടാണ് ഫുട്ബോളിനെ രാജാവായിട്ട് പറയുന്നത്? ക്യോंकि പെലെ ദുനിയ കെ ഏകമാത്ര खिलाड़ी है जिन्होंने 3 बार विश्व कप जीता है. പെലെ എന്ന് പറഞ്ഞ ഒരാൾ മാത്രമാണ് 3 പ്രാവശ്യം വേൾഡ് കപ്പ് നേടിയ ഒരാൾ. उनके पास फुटबॉल का हर हुनर था. അദ്ദേഹത്തിന്റെ ഫുട്ബോളിന്റെ എല്ലാ തരം സ്കില്ലും ഉണ്ട്. और एक संपूर्ण खिलाड़ी है. അദ്ദേഹം ഒരു കംപ്ലീറ്റ് പ്ലെയർ ആണ് ഫുട്ബോളിലെ. उन्होंने अपनी प्रतिभा और मेहनत से लोगों के दिल पर राज किया. അദ്ദേഹത്തിന്റെ സ്കില്ലും അദ്ദേഹത്തിന് എന്താണ് ഹാർഡ് വർക്കിംഗ് കൊണ്ട് എല്ലാ ജനങ്ങളുടെ മനസ്സിൽ എന്താണ് അദ്ദേഹം കീഴടക്കിയ ഒരു കാര്യമാണ്. സോ തുലന കരെ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. പെലെ और ഗാരിച്ചിനെ കുറിച്ച് എന്താണ് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. എനിക്കിത് 2 പേരുടെ വ്യത്യാസമാക്കുന്നത് എന്താണ്? പെലെ उन्होंने खड़े अभ्यास और अनुशासन से अपने शरीर और खेल को मजबूत बनाए रखा. അദ്ദേഹം പെലെ എന്നാണ് ഗാരിച്ച് എന്നാണ് 2 പ്ലേയേഴ്സ് ഉണ്ട് അല്ലെ. ഗാരിച്ച് എന്നാണ് മദ്യപിച്ചൊക്കെ എന്താണ് അദ്ദേഹം സ്പോയിൽ ചെയ്തു ആ ഗെയിമിനെ. മറിച്ച് പെലെ എന്ത് ചെയ്തു? ഹാർഡ് വർക്കിലൂടെ അത് നേടിയെടുക്കുകയാണ് ചെയ്തിരുന്നത് വയസ്സായപ്പോഴും. പെലെ എന്താണ് കട അഭ്യാസ് ഹാർഡ് വർക്ക് ചെയ്തു. ഗാരിച്ച് എന്താണ് ബഹുത് പ്രതിഭാശാലിയായിരുന്നു, പക്ഷേ ശരാബ് और അനുശാസനീയ ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ളതും അതുപോലെ തന്നെ മദ്യപാനം ഒക്കെയാണ് ഗാരിച്ചിനെ ഇല്ലാതാക്കിയത്. സോ 2 പേര് കമ്പയർ ചെയ്യുമ്പോൾ പെലെ എന്തുകൊണ്ടാണ് പിന്നീട് പെലെയുടെ ആ ഹാർഡ് വർക്കിംഗ് ഇന്ന് റൊണാൾഡോ ഒക്കെ ചെയ്യുന്ന പോലെ വളരെ ഹാർഡ് വർക്കിംഗ് കൊണ്ട് പെലെ അദ്ദേഹത്തിന്റെ ബോഡി അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വിശ്ലേഷണം അനാലിസിസ് ആണ്. ഹാർ ജീത് തോ ജറാ സറി സി ബാത് സെ തൈ ഹോത്തി ഹൈ. വിജയപരാജയങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് തീരുമാനിക്കുന്നത് ആ ലേഖകൻ പറയാൻ കാരണം എന്താണ്? ലേഖക മാനന ഹൈ കി ഫുട്ബോൾ മേ കബി भी बहुत अच्छा शॉट भी गोल नहीं बना पाता है. ഫുട്ബോളിൽ നല്ല നല്ല ഷോട്ട് ചിലപ്പോൾ ഗോൾ ആവത്തില്ല. അതൊരു വിരോധാഭാസമാണ്. എന്താണ്? ടീം की छोटी सी गलती दूसरी टीम की जीत जाती है. ടീമിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ മിസ്റ്റേക്ക് കാരണം എന്താണ് മറ്റു ഓപ്പോസിറ്റ് ടീം ജയിക്കാം. इसलिए केवल जीतना ही महानता का प्रमाण नहीं है. അതുകൊണ്ട് വിജയം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? എപ്പോഴും വിജയം മാത്രമല്ല ആ ഒരു ടോപ്പ് എന്ന് പറയുന്നത്, മറിച്ച് എന്താണ് ബൽക്കി ഖേൽ കാ സ്തർ മായനെ രക്ത ഹെ എന്ന് പറഞ്ഞൊരു കാര്യമാണ്. സോ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അടുത്തൊരു കാര്യമാണ് 5 മാർക്കിന് മെയിൻ
മെയിനായിട്ട് ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പെലെയുടെ ജീവചരിത്രം ചോദിക്കുന്നത്, പ്രൊഫൈൽ ചോദിക്കുന്നത്. പെലെയുടെ പ്രൊഫൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തന്നിട്ട് വരികൾ തന്നിട്ട് എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. എനിക്ക് പൂരാ നാം എഴുതണം. ഇതൊക്കെ എന്ത് ചെയ്യണം, ബ്രസീലാണ് ജനിച്ചത്, ഇതൊക്കെ ഒന്ന് സെന്റൻസിലേക്ക് മാറ്റി എഴുതാൻ നിങ്ങൾ കൊണ്ട് ചായക്കണം. പെലെയുടെ പ്രൊഫൈൽ ജസ്റ്റ് ഇത് സെന്റൻസ് മാറ്റിയാൽ മതി. എങ്ങനെ മാറ്റാം? പെലെ കാ പൂരാ നാം ഹേ എഡ്സൺ അരാന്തോസ് ദോ नेसिमोंटो എന്ന് പറയുന്നതാണ് പെലെ. इनके जो पूरा नाम, उनका जो देश ब्राजील है, उनका जो महत्व हम देख लिया तो फुटबॉल के जादूगर है वो, उनकी जो ब्लैक पर्ल भी कहा जाता है, कहा गया है उन्हें. और उनकी जो उपलब्धियां हैं, उन्होंने 3 बार विश्व वर्ल्ड कप जीता है, 1958 में, 62, 70 पे 1000 से अधिक गोल उन्होंने तब्दील पोस्ट में नहीं 1000 के अधिक गोल उन्होंने मारा है. यस, उनकी जो विशेषता है, गरीबी से उड़कर दुनिया पर राज करने वाले एक प्लेयर है, एक खिलाड़ी है. उनकी जो निधन 2021 ओके 2021 में होता, थोड़ा सा 2-2 हो गया, सॉरी बच्चों. ओके क्लियर, रेडी अല്ലേ? സോ അതായത് ജീവചരിത്രം ചോദിക്കുവാണെങ്കിൽ നിങ്ങളെ കൊണ്ട് എഴുതാൻ സാധിക്കണം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡയറി ചോദിക്കുവാണെങ്കിൽ എങ്ങനെ എഴുതണം? 1958 പെഹ്ലി ബാർ വിശ്വ വേൾഡ് കപ്പിന് ബാദ് പെലെ, തന്റെ 17 വയസ്സായിട്ടുള്ള പെലെ എന്താണ് ആദ്യത്തെ വേൾഡ് കപ്പ് നേടിയപ്പോൾ ഡയറി എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതണം എന്നൊരു ചോദ്യമാണ്. ആജ് മേര സപ്ന സച്ച് ഹോ ഗയ, എന്നെ സ്വപ്നം യഥാർത്ഥമായി. ബ്രസീൽ വിശ്വ വേൾഡ് കപ്പ് ജീത്ന, യെസ് ബ്രസീൽ വിശ്വ വിജേത ബൻ ഗയ, ബ്രസീൽ വിശ്വ വേൾഡ് കപ്പ് ലോകകപ്പ് നേടി. മേനെ ഫൈനൽ മേ ഗോൾ കിയ യക്കീൻ നഹീ ഹോ രഹാ, എനിക്ക് ഞാൻ ഫൈനൽ ഗോൾ അടിച്ചു, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മേരി മെഹനത് രംഗിലായി, എന്റെ ഹാർഡ് വർക്ക് എന്താണ് റിസൾട്ടിലേക്ക് എത്തി. സിർഫ് മേരി ജീത്ത് നെയ്, മേരി ദേശ് കി ഹർ ഗരീബ് ബच्चे की ജീത്ത്, എന്റെ ലോകത്തിന്റെ രാജ്യത്തെ തന്നെ എല്ലാ പാവപ്പെട്ട കുട്ടികളുടെ വിജയം കൂടിയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഉയർന്നു വരാം എന്നൊരു മോട്ടിവേഷൻ കൊടുക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരു വലിയൊരു വിജയമാണെന്ന് എഴുതാം. സോ ഇവിടെ എന്ത് ചെയ്യണം, താരിഖ് എഴുതണം, താരിഖ് അതുപോലെ തന്നെ ദിൻ എന്തായാലും എഴുതണം. ഡയറി എഴുതുമ്പോൾ താരിഖ് ദിൻ അല്ലെ, ഡേ എഴുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയറി ചെയ്യുന്നത്. സോ അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. റെഡി. സോ അതാണ് ഡയറിയുടെ ഫോർമാറ്റ്. പിന്നെ ഇവിടെ തുടങ്ങുന്ന ആജ് കാ ദിൻ മേ ഭൂൽ നഹീ സക്താ, എല്ലാം ഈ പറഞ്ഞ വരികളൊക്കെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തിയിട്ട് ഡയറി എഴുതുക എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നോട്ട് ചെയ്ത് വെച്ചോളൂ. സോ അടുത്തൊരു ഭാഷണം ചോദിക്കുവാണെങ്കിൽ, ഒരു സ്പീച്ച് ചോദിക്കുവാണെങ്കിൽ എന്താണ് പെലെയുടെ ഹാർഡ് വർക്കിന്റെ ഒരു സ്പീച്ച് എന്താണ് നമ്മുടെ സ്കൂൾ അസംബ്ലി ചോദിക്കുവാണെങ്കിൽ, ആദരണീയ പ്രധാനാചാര്യ ജി ഓർ മിത്രോം, ആദരണീയ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ഒക്കെ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്താണ്, സഫലത രാത്തോ രാത് നഹീ മിൽത്തി, സഫലത സക്സസ് എന്ന് പറഞ്ഞത് രാത്രിയിൽ കിട്ടുന്നല്ല, ഒരു രാത്രി കൊണ്ട് കിട്ടുന്നില്ല, മറിച്ചെന്നാണ്. പെലെ കാ ഉദാഹരണം ദേത്തെ ഹുए गरीब और अभावों के बावजूद वे दुनिया की महानतम खिलाड़ी बने. ഇത്രയും പട്ടിണിയും അതുപോലെ എല്ലാം മറികടന്നാണ് അദ്ദേഹം ഇത്രയും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലെയർ ആയി മാറി. അതായത് ഡിസിപ്ലിൻ, അനുശാसन बहुत जरूरी है, डिसिप्लिन इज वेरी इंपॉर्टेंट. आप लोगों को किसी भी फील्ड या किसी भी क्षेत्र में जीत पाना है तो क्या है, अनुशासन अनिवार्य है എന്നൊരു പോയിന്റ് ആണ്. सो क्या है, हमें भी अपने लक्ष्य के लिए यस क्या होता है, डटे रहना चाहिए. हमें जो लक्ष्य के लिए നമ്മുടെ ആ ലക്ഷ്യത്തിന് ഡटे रहना चाहिए, ഉറപ്പിച്ച് അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നല്ല രീതിയിൽ അതിനെ ഡിറ്റർമിൻ ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് പറയുന്നതാണ്. സോ അതൊരു സ്പീച്ച് നിങ്ങൾക്ക് അവിടെ എലക്യൂഷൻ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം. സോ ചാൻസ് വളരെ കുറവാണ്, ഞാൻ പറയുന്നുണ്ട്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. സോ വാക്യശുദ്ധി വരുത്തുക എന്നാണ് പറയുന്നത്, വാക്യത്തിനെ കറക്റ്റ് ചെയ്യാന്നാണ്. പെലേക്ക മൃത്യു ഹുവ, പെലേക്ക് മൃത്യു ഹുയി എന്നാണ്. കാരണം കി മൃത്യു ഹുയി, മൃത്യു സ്ത്രീലിംഗമാണ്. ബ്രസീൽ ने विश्व कप जीता, ब्राजील ने विश्व कप जीता എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഓക്കെ, വിശ്വകപ്പ്, ബ്രസീൽ ने विश्व कप പുല്ലിംഗാണ്. സോ ജീത്ത, ക്ലിയർ അല്ലേ? റെഡി. സോ അടുത്ത എന്താണ്, സഹി മിലാൻ കരെ മാച്ച് ദ ഫോളോയിങ്. ലയണൽ മെസ്സി ഏത് ടീമാണ്? അർജന്റീനയാണ്. പെലെ ബ്രസീലാണ്. ക്രൈഫ് ഏതാണ്? ഹോളണ്ട് ആണ്. ക്ലിയർ അല്ലേ? സോ അതങ്ങനെ പോകുന്നതാണ്. സോ സഹി മിലാൻ കരെ. സോ ഇത്രമാത്രം ഈ ഒരു ടൈപ്പ് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് എത്രമാത്രം രസകരമായി അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടി പാഠഭാഗങ്ങളെ കുറിച്ച് ജസ്റ്റ് കമന്റ് ബോക്സിൽ ഇട്ടോളൂ. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഫയർ ലഗാതെ കമന്റ് ബോക്സ് മേ. तो बच्चों अच्छे से पढ़ लो. നമ്മൾ 5ാമത്തെ യൂണിറ്റിൽ 1ാമത്തെ ചാപ്റ്റർ ആയിട്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. സോ മനസ്സിലാക്കി പഠിക്കൂ, എഴുതി പഠിക്കൂ. മാക്സിമം എത്രമാത്രം എഴുതുന്നോ, ജിത്തനാ റഗഡ ഉത്തനാ തഗഡ എന്ന് പറയുന്ന പോലെ എത്രമാത്രം നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്, നല്ല റിസൾട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. तो बच्चों अच्छे से लिखकर प्रैक्टिस करो, നല്ല രീതിയിൽ എഴുതി പ്രാക്ടീസ് ചെയ്യൂ. സോ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. मैं आपको जो पूरी तरह से आपसे पूरी तरह से करता हूँ, विनती करता हूँ, लिख के पढ़ो, എഴുതിയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കൂ. तो बच्चों अपनी जो फीडबैक कमेंट में लगाओ, वीडियो लाइक करो. तो बच्चों थैंक यू, धन्यवाद, जय हिंद. रेडी.